ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിഡ്ലൈക്കാണ്. വിഡ്ലൈക്ക് എന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാജിക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഏതൊരു വീഡിയോയും നമുക്ക് റിവേഴ്സ് വീഡിയോയ്ക്ക് മാറ്റാനും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നു. ലിങ്ക് താഴെയുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. നമസ്കാരം, ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്. ആദ്യം എക്സെൻഡർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇറങ്ങി. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇറങ്ങിയതിന് ശേഷം ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സിനിമയൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര സ്പീഡിൽ, എക്സെൻഡറിനേക്കാളും ഒരുപാട് സ്പീഡിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സെൻഡറിൽ നിന്ന് ഷെയർ ഇറ്റിലേക്ക് എല്ലാവരും മാറി. പക്ഷേ ഈ ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രിഗേർഡ് ആപ്ലിക്കേഷനാണ്. ട്രിഗേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഈ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കാണ്ട് തന്നെ ഓപ്പണായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓണായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് ട്രിഗേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ട്രിഗേർഡ് ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ അഡ്വർടൈസറിന് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പറിന് ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുമല്ലോ. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണും. ആ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അറിയാണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പറിന് കാശാണ്. ഓരോ ക്ലിക്കിനും കാശാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻസെല്ലാം ട്രിഗേർഡ് ആക്കി വയ്ക്കുന്നത്. പലതരത്തിലുള്ള ഫോണുകൾ, പല ബ്രാൻഡുകളുടെ ഫോണുകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനിൽ ഈ ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണും. പണ്ടൊക്കെ എക്സെൻഡർ ചില ഫോണുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ് പല ഫോണുകളിലും ഉള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണുകളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വലിയൊരു ന്യൂസൻസും വലിയൊരു ആപത്തുമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പകുതി റിസോഴ്സസും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റൊക്കെ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പണായി പോപ്പപ്പായി വരും. ഒരു പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ആഡ്വെയർ പോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നത്. പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു ഫോണിൽ OnePlus 5T ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ എക്സെൻഡറും ഷെയർ ഇറ്റും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പോവാണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ രണ്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഏറ്റവും സെയിം ജോലി തന്നെയാണ്. നമ്മുടെ ഫയൽസ് എല്ലാം ഏറ്റവും സ്പീഡിൽ വൈഫൈ യൂസ് ചെയ്ത് ഷെയർ ചെയ്യുക, അടുത്തിരിക്കുന്ന വേറൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് ഈ രണ്ട് ആപ്ലിക്കേഷനും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഷെയർ ഇറ്റ് എടുക്കുന്ന പെർമിഷൻസ് വേറെയാണ്, നമ്മുടെ എക്സെൻഡർ എടുക്കുന്ന പെർമിഷൻസ് വേറെയാണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തതിന് ശേഷം ഞാൻ അതിനകത്ത് ഷെയർ ഇറ്റും എക്സെൻഡറും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ചോദിക്കുന്ന പെർമിഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പെർമിഷൻ എന്ന് പറയുന്നത് മീഡിയ ഫയൽസ് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനാണ്. അത് ഓക്കെ നമുക്ക് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയാസ് ഒക്കെ ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ കോൾസ് മാനേജ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയും, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഫോൺ കോൾസ് വരാൻ വേണ്ടിയിട്ടാണ് ഫോൺ കോൾസ് മാനേജ് ചെയ്യാനുള്ള പെർമിഷൻ. അതും ഓക്കെ കൊടുക്കാം. അപ്പോൾ പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവൈസ് ലൊക്കേഷൻ എന്തിനാണെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലും അതും കൊടുക്കാം. ചോദിച്ചത് 3 പെർമിഷൻസ് ആണ്. ആദ്യത്തെ പെർമിഷൻ മെയിനായിട്ട് വേണം. 2 എക്സ്ട്രാ പെർമിഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയർ ഇറ്റ് മാറ്റി നമുക്ക് എക്സെൻഡർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷനാണ് എക്സെൻഡർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. എക്സെൻഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആകെ ഒരേ ഒരു പെർമിഷനെ ചോദിക്കുന്നുള്ളൂ. അലോസ് എക്സെൻഡർ ടു അക്സസ് ഫോട്ടോസ്, മീഡിയാസ് ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ്. ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സെൻഡർ എന്ന ആപ്ലിക്കേഷനിലേക്ക് കയറി കഴിയും. എക്സെൻഡർ എന്ന ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസും ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സെൻഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ്സും ഹിസ്റ്ററി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷെയർ ഇറ്റ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ
ഒരു അഡ്വർടൈസ്മെൻ്റ് ഒരു ചാകരയാണ്. ഷെയർ ഇറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ F11 Proയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. അതും സ്കിപ്പ് ആഡാണ്. അപ്പോൾ നോക്ക്, എന്താ സ്പാനിഷ് മസാല ആനയെ കുളിപ്പിക്കുന്നതിനിടയിൽ നോക്ക് യൂട്യൂബിൽ കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ഈ ഗോസിപ്പ് ചാനലുകളുടെയും വീഡിയോസ് ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ വീഡിയോസും ഉണ്ട്, സകല വീഡിയോസും ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അഡ്വർടൈസ്മെൻ്റ് ആണ്. മൈ കോയിൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലിക്ക് ബെയ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് സാധനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇത്ര ഭയാനകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകുതി കൂടുതൽ പെർമിഷൻസ് എടുക്കുന്നുണ്ട്. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റൻഡറിലാകെ ഒരു പെർമിഷൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഷെയർ ഇറ്റിൽ കൊടുക്കേണ്ട 3 പെർമിഷൻസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഒരു ചാകര തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെ പെർമിഷൻസ് ഉറപ്പായിട്ട് നിങ്ങൾ ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ പെർമിഷൻസ് എപ്പോഴും നമ്മൾ നോക്കിയിരിക്കണം. കറക്റ്റായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് വരെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ലൈറ്റ് കുറച്ച് കുറവാണ്, നമ്മൾ നാളെ ശരിയാക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാരണവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.